അൺബോക്സിംഗ്. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ട് പറയരുത്. രാത്രി 11 ആവുമ്പോ അമിതയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല, അതൊന്നും പറയാൻ പറ്റില്ല. ആഗ്രഹിച്ചിട്ടുണ്ട്. സംസാരിക്കാനും അഭിനയിക്കാനും ഒന്ന് പറയും. നമ്മള് കമ്പിളിപ്പുറത്തിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആലോചിക്കും, അയ്യോ ഇത്ര നാളെന്താ വീഡിയോ ഒന്നും ഇടാഞ്ഞേ. ബിക്കോസ് നമ്മൾ പലരും പല സ്ഥലത്തായി പോയി. നമ്മളിവിടെ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞു. ഇവൻ ജനുവരിയിലാട്ടോ. ബൈ ദ വേ, ദിസ് ഇസ് അക്ഷയ്. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുകയും അതിന്റെ പിന്നിലെ കറുത്ത കരങ്ങൾ ഇവന്റെയാണ്. സോറി, കഴിവുള്ള കരങ്ങൾ അക്ഷയുടെയാണ്. അവൻ ഷെഫീൽഡ് അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്. എല്ലാവർക്കും അക്ഷയേ മതി ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. ആവശ്യങ്ങൾക്ക് മാത്രമേ എല്ലാവരും വിളിക്കത്തുള്ളൂ. അതെ, നമ്മുടെ ചങ്ക് ബഡി അക്ഷയ് ഈസ് ഹിയർ ഇൻ ദ വീഡിയോ. അപ്പൊ അക്ഷയ് ജനുവരി ഇൻടേക്കിലാണ് വന്നത്. പക്ഷെ ഞങ്ങളെല്ലാവരും എൻ്റെ ജൂനിയറാണ്. എൻ്റെ സെയിം കോഴ്സാണ് ബിഗ് ഡേറ്റ അനലിറ്റിക്സ്. ഞങ്ങൾ സെപ്റ്റംബർ ഇൻടേക്ക്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് 1 വർഷമായപ്പം ഞങ്ങൾക്ക് കോൺട്രാക്ട് കഴിഞ്ഞു. ഞങ്ങൾ നിന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാലോ, സ്വാതി സൂര്യ ഒരുമിച്ചാണ് നിന്നേ, ഞാനും അക്ഷയ് ഒരുമിച്ചാണ് നിന്നേ, ജോയൽ തന്നെയാണ് നിന്നേ. ജോയൽ മാത്രം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും സ്വാതി വേറെ അക്കോമഡേഷൻ എടുത്തു, ഞാനും സൂര്യ ഒരു അക്കോമഡേഷനിലാണ്. ഞാൻ 1st ഫ്ലോർ, അവൻ 4th ഫ്ലോർ. പിന്നെ അക്ഷയ് ഒരു വീടെടുത്തു, വീട്ടിലൊരു റൂമിൽ അവിടെ നിൽക്കുന്നത്. ഇവൻ ഞങ്ങളുടെ അടുത്ത് തന്നെ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് പോയി ഒരു അക്കോമഡേഷനാണ് അക്ഷയ് നിൽക്കുന്നത്. അക്ഷയ്ക്ക് ഞാൻ ഇവന്റെ അക്ഷയ് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ അക്ഷയ് 15 മിനിറ്റ് നടന്നാൽ മതി, അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പലയിടത്തായി പോകുന്നതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കിട്ടാനോ വീഡിയോ എടുക്കാനോ ഇല്ല. ഞങ്ങൾ എപ്പോഴും കാണും. ഞങ്ങൾ താഴത്തെ ഫ്ലോറിലാണ്, ഇവർ ഇങ്ങോട്ട് നടന്നും വരും. അതുകൊണ്ട് വീഡിയോ ഒന്നും ഇല്ലാത്തത്. ബട്ട് ഭയങ്കര ഒരു വീഡിയോ നമ്മൾ ഇറക്കാൻ സമയം എല്ലാവരും കിട്ടുന്നില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹത്തിന്റെ പുറത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം അതങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. സോ ഇനി നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. ദിസ് ഈസ് എ റീസ്റ്റാർട്ട്. അക്ഷയ്ക്ക് എന്താ പറയണമെന്ന് കേൾക്കാം സുഹൃത്തുക്കളെ. വളരെ നല്ലൊരു ഇതാണ് പറയാനുള്ളത്. ഇതിനെ പറ്റി അക്ഷയോട് സംസാരിക്കാനും അഭിനയിക്കാനും ഒന്ന് പറയും. സ്പോണ്ടേനിയസ് ആയിട്ട് പറയരുത്. അത് പ്രാക്ടീസ് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞാൽ അവന് വരത്തില്ല. സൂര്യ ഇവിടെ ഉണ്ട്, പക്ഷെ അവൻ ക്യാമറയ്ക്ക് പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാൻ. ഇവിടെ അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല. അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഗ്രാജുവേഷൻ ആയി. അടുത്ത ഞങ്ങളെ സെപ്റ്റംബർ ഇൻടേക്ക് കഴിഞ്ഞ കുട്ടികളുടെയൊക്കെ ഞങ്ങളുടെ സക്സസ്ഫുള്ളി പാസ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ആഴ്ച 13-ാം തീയതി. ഞങ്ങൾ ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 11-ാം തീയതിയാണ്. സോ നാളെ കഴിഞ്ഞ് എന്റെ അമിതയുടെയും ഗ്രാജുവേഷൻ ആണ്. അമിതയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അമിത ഞങ്ങളിവിടെ തൊട്ടടുത്ത്. അമിത എവിടെ? നിങ്ങളുടെ ഒരു ഇതുപോലെ പറഞ്ഞില്ലല്ലോ. അമിത ഞാനും അമ്മ. ഞങ്ങൾ ഒരു കോഴ്സാ. ഞങ്ങള് കുഞ്ഞു പിള്ളേരാ, ഞങ്ങൾ ഹൈടെക് ഒരുപോലെ. അതുകൊണ്ട് ഞങ്ങള് ഞാൻ പറയുമ്പോ എന്റെ കാര്യം തന്നെ അവളുടെ കാര്യം, മനസ്സിലായോ? ഞാനും അമിതയും ഗൈസ്. അമിതയുണ്ട്. അമിത നമ്മുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, അടുത്തുള്ള അക്കോമഡേഷൻ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേരും 13-ാം തീയതി ഗ്രാജുവേഷൻ, സൂര്യക്ക് 18-ാം തീയതിയാണ് ഗ്രാജുവേഷൻ. ആൻഡ് ഗ്രാജുവേഷൻ പ്രമാണിച്ച് അക്ഷയ് ക്യാമറ വാങ്ങി സുഹൃത്തുക്കളെ. Unboxing. Okay, we are unboxing the new camera. Yay. സുഹൃത്തുക്കളെ റെഡ് കളറാണ്. ഇത് സോണിയുടെ ആൽഫ സീരീസ് ആൽഫ 7 പണ്ടത്തെ മോഡലാണ്. ബഡ്ജറ്റിന് ഒതുങ്ങിയ ഒരു കുഞ്ഞു ക്യാമറ വാങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കിടക്കാച്ചി വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്തു, ടെസ്റ്റ് ചെയ്തു. എനിക്ക് ഗ്രാജുവേഷൻ വേണ്ടി എടുത്തേക്കണേ. പിന്നെ ഒരു ലെൻസും കൂടി ഉണ്ട്. ലെൻസ് പുതിയതാണ്. ലെൻസും കൂടി ഉണ്ട്, ബ്രാൻഡ് ന്യൂ, ഇന്ന് വന്നതാണ്. ഇന്നാണ് ഇത് ഇട്ടേക്കുന്നത്. ഇത് 50mm ലെൻസാണ്. പിന്നെ ഇപ്പം ചാർജറും ഉണ്ട്. എല്ലാം കാണിക്കൂ. ഇത് ഇതിന്റെ ക്യാപ്പാണ് സോണിയുടെ. തലതിരിഞ്ഞ് കാണുന്നു. പിന്നെ ചാർജർ. എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് അക്ഷയ്?
ഇത് എത്ര നേരം ചാർജ് ചെയ്ത് എത്ര നേരം വർക്ക് ഇത് എത്ര നേരം കുത്തി ഇവിടെ എത്ര എനിക്ക് നേരം വർക്ക് ഇവിടെ നിൽക്കുക ഫോട്ടോ എടുക്കാൻ ഓഫ് എന്നുള്ളത് ഓണാക്കിയ സിസ്റ്റം ഓണാക്കി ക്യാപ്പ് എനിക്ക് ഇത്രയൊക്കെ അറിഞ്ഞോളൂ പിന്നെ guys, ഈ സാധനം പൊങ്ങി പുറത്തോട്ട് വരും. അതെ അതെ സൂപ്പർ. പിന്നെ ഇവിടെ ക്യാപ്പ് ഊരിട്ട് വേണം ഫോട്ടോ എടുക്കാൻ ഇത്രയൊക്കെ എനിക്ക് അറിയുള്ളൂ ഓരോന്ന് പഠിച്ചു വരുന്നേ അതെ. കൈ കിട്ടുമ്പോഴാണ് ഓരോന്ന് പഠിച്ചു വരുന്നത് അതെ അതെ ഇതാണ് ഫോട്ടോ എങ്ങനെയുണ്ട് നല്ല ഭംഗി പോയി ഞാൻ പിന്നെ ഓൾറെഡി വാവ് ഫോട്ടോ ആണ് ഭംഗി ഇവിടെ എന്ത് ഭംഗി അതാ ക്യാമറന്റെ ഗുണമാണ്. മുഖം എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ക്യാമറയുടെ ഇതാണ്. സൂപ്പർ നല്ല ഡിലീറ്റ് ആക്കാൻ വേണ്ടി അതാണ്. പിന്നെ എന്താ ഷെഫീൽഡിൽ ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഓപ്പൺ ആയി. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. ചെയ്യണമല്ലോ. അടുത്ത ആഴ്ച വരുന്നത് കാണാൻ പറ്റില്ല കേട്ടാ, തിരക്കായിരിക്കും. അതെ അതെ ഞങ്ങളെല്ലാം ഫുൾ ടൈം ജോലിയിലേക്ക് അത് ഒരു പുതിയ അപ്ഡേറ്റ് ആണ്. പഠിത്തം കഴിഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ എത്ര അവേഴ്സ് വേണേൽ വർക്ക് ചെയ്യാം. സോ ഞങ്ങളെല്ലാവരും ഫുൾ ടൈം ജോലി സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കഴിച്ച് അതെ ഇവന് പാർട്ട് ടൈമേ പറ്റുള്ളൂ. എന്നാലും അവൻ 6-7 ദിവസം ജോലി അതൊന്നും പറയാൻ പറ്റില്ല. ഇല്ല ഞാൻ 3 ദിവസം പോവാറുള്ളൂ, ബാക്കി 4 ദിവസം ഫ്രീ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സോ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും. ഗ്രാജുവേഷന് വരും. യെസ് വന്നിരിക്കും. ഇത് കാർത്തികയുടെ കട്ടള എൻ കട്ടള ഇതാണ് രാജശാസനം. അടുത്തതായി ക്യാമറയ്ക്ക് പിന്നിലിരിക്കുന്ന സൂര്യ മുന്നിലേക്ക് വന്ന് മുഖം കാണിക്കേണ്ടതാണ്. അതെന്താ അറിയോ, മുടി വെട്ടിയല്ല അതിന്റെ ചാടയാ. അതെ അതെ പുതിയ ലുക്കൊക്കെ കണ്ട ആൾക്കാരെ വീണാലോ. പറയാൻ പറഞ്ഞു. ഞാന് നടന്നു വരികയായിരുന്നു മുടി വെട്ടി. നടന്നു വരുമ്പോ കുറച്ച് മുസ്ലിം പിള്ളേർ നടന്നു വരും. ഇന്നലെ എന്നോട് പറഞ്ഞത് ഇല്ല എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞില്ല. സൂര്യ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ് ആൻഡ് വി ക്യാൻ മൈൻഡ് അപ്പ് ദ ഗൈസ്. നമ്മൾ പിസ് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫോണിൽ അലാറം അടിച്ചു. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നവംബർ 11 രാത്രി 11 ആകുമ്പോൾ വിഷ് ഫോർ സംതിങ് നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്യാതെ നടക്കും എന്നാണ് എൻ്റെ ഫീഡ് മുഴുവൻ വരുന്നത്. അപ്പോൾ നമ്മൾ പിസ്സ തിന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്? എന്നും നമുക്ക് ഇതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റട്ടെ. 11 എല്ലാവരും പ്രാർത്ഥിക്കുക, കൈകൂപ്പി. ഒരെണ്ണം നടത്താൻ അതെ ഞാൻ 3 ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ കുഞ്ഞ് വ്ളോഗ്. ഞങ്ങൾക്ക് ഇങ്ങനെ പിസയൊക്കെ തിന്ന് സംസാരിച്ച് ഇങ്ങനെ രാത്രി ഇരിക്കും. ഇങ്ങനെയാണ് നമ്മൾ രാത്രികൾ സ്പെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ ദിവസം പിസൊക്കെ വരും ചായ ആയിരിക്കും. അതെ അതെ ചായ എന്നും കാണും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെക്കും. അതെ ചായ കമ്പൽസറി ആണ് ഞങ്ങളുടെ ഡെയിലി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങള്. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. നമ്മളിത് കഴിക്കട്ടെ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും stay tuned and bye bye. Like, share, subscribe guys. Bye.